ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളിൽ ആദ്യത്തെ 50 എണ്ണമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രാഹുൽ ഈസ് ഫ്രം ബാംഗ്ലൂർ. ക്വസ്റ്റ്യൻ ടാഗിന് നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് സെന്റൻസിനകത്ത് ഈസ് ആണ് തന്നിട്ടുള്ളത്, ഈസ് എടുത്തു. സബ്ജക്റ്റ് രാഹുൽ ആയതുകൊണ്ട് നമ്മൾ ഹി എടുത്തു. സെന്റൻസ് നോക്കുന്ന സമയത്ത് സെന്റൻസിൽ നെഗറ്റീവ് വേർഡ്സ്, നോട്ട്, നീതർ അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ടാഗ് അതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ആവണം. ടാഗിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഒരു നോട്ട് കൂടെ ആഡ് ചെയ്യുന്നു. ഈസ് പ്ലസ് നോട്ട് ഈസിന്റെ. അപ്പോൾ ഈസിന്റെ കീ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, പ്ലീസ് സ്റ്റോപ്പ് ടോക്കിംഗ്. പ്ലീസ് വന്നതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് കാറ്റഗറി, അതായത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ടാഗ് ബില്യു ആണ് വരിക. അടുത്തത്, ഹി വിൽ ബി ദർ എന്നതാണ് ചോദ്യം. നമുക്ക് വെർബ് വേണം, സബ്ജക്റ്റ് വേണം. ബില്ലാണ് വേർബ് തന്നിട്ടുള്ളത്, സബ്ജക്റ്റ് ഹി തന്നിട്ടുണ്ട്. സെന്റൻസ് നോക്കുമ്പോൾ സെന്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആവണം. അപ്പോൾ വില്ലിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യണം. വിൽ നോട്ട് ഹി, അതായത് വോണ്ട് ഹി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹി കെയിം ഏർലി ദിസ് മോർണിംഗ്. നമുക്ക് ടാഗിന് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. കെയിം ആണ് തന്നിട്ടുള്ളതിൽ വേർബ്. കെയിം എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് കം ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഡിഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഡിഡ് എടുത്തു. സബ്ജക്റ്റ് ഹി ആണ്. സെന്റൻസ് ഹി കെയിം ഏർലി ദിസ് മോർണിംഗ്, നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പൊ ടാഗ് നെഗറ്റീവ് ആവണം. അപ്പോൾ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യണം. ഡിഡ് പ്ലസ് നോട്ട് ഡിഡിന്റ്. ഡിഡിന്റ് ഹി, ഡിഡിന്റ് ഹി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഗേൾ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് ഈസ് ആണ്, അപ്പോൾ ഈസ് സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് ഗേൾ ആയതുകൊണ്ട് നമ്മൾ ഷീ സെലക്ട് ചെയ്യുന്നു. ഇനി സെന്റൻസ് ദ ഗേൾ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് പോസിറ്റീവ് ആണ്. ഇവിടെ ടാഗ് നെഗറ്റീവ് വേണം. അപ്പോൾ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ഈസ് പ്ലസ് നോട്ട് ഈസിന്റ്. ഈസിന്റ് ഷീ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇറ്റ് വാസ് വെരി ഹോട്ട് യെസ്റ്റർഡേ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് വാസ് തന്നിട്ടുണ്ട്, വാസ് സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് ഇറ്റ് തന്നിട്ടുണ്ട്, അതും സെലക്ട് ചെയ്യുന്നു. സെന്റൻസിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, അപ്പൊ ടാഗ് നെഗറ്റീവ് ആവണം. അപ്പൊ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. വാസിന്റ് ഇറ്റ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദേ ആർ കമ്മിങ് ടുമോറോ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് ആണ് തന്നിട്ടുള്ളത്, ആറ് സെലക്ട് ചെയ്തു. സബ്ജക്റ്റ് ദേ ആണ് തന്നിട്ടുള്ളത്. സെന്റൻസ് ദേ ആർ കമ്മിങ് ടുമോറോ പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആക്കാൻ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ആറിന്റെ ഡേ, ആറിന്റെ ഡേ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഷീ സ്പീക്സ് ഫ്രഞ്ച്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇവിടെ സ്പീക്സ് തന്നിട്ടുണ്ട്. സ്പീക്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് സ്പീക്ക് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡസ് സെലക്ട് ചെയ്യുന്നു വേർബായിട്ട്. ഡസ്, പിന്നെ ഷീ ആണ് സബ്ജക്റ്റ്, ഷീ സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ഡസിന്റെ ഷീ ആണ് ആൻസർ. അടുത്ത ചോദ്യം, യു ഹാവ് മെറ്റ് ദം ബിഫോർ. വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് ഹാവ് തന്നിട്ടുണ്ട്, ഹാവ് സെലക്ട് ചെയ്തു. സബ്ജക്റ്റ് യു ആണ്, യു സെലക്ട് ചെയ്തു. പിന്നെ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആക്കാൻ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ഹാവിന്റെ യു ആണ് ആൻസർ. ഹാവിന്റെ യു. അടുത്തത്, യു ആർ ഹിസ് ബ്രദർ. വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് ആറ് തന്നിട്ടുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആറ്. സബ്ജക്റ്റ് യു ആണ്, യു സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആവണം. അപ്പോൾ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ആറിന്റെ യു ആണ് ആൻസർ. ആറിന്റെ യു. അടുത്ത ചോദ്യം, യു വർക്ക് ഹിയർ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വർക്ക് ആണ് തന്നിട്ടുള്ള വേർബ്. വർക്കിന് നമുക്ക് ഡു പ്ലസ് വർക്ക് എന്ന് എഴുതാം. ആ ഡു നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡു. സബ്ജക്റ്റ് യു ആണ്, സബ്ജക്റ്റ് യു സെലക്ട് ചെയ്യുന്നു.
പിന്നെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഒരു നോട്ട് ആഡ് ചെയ്തു. ഡോണ്ട് യു ആണ്. ഡോണ്ട് യു ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഡയാന ഈസ് ബ്യൂട്ടിഫുൾ. വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് ഈസ് ആണ്. ഈസ് സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് ഡയാന ഒരു ഫീമെയിൽ ആയതുകൊണ്ട് നമ്മൾ ഷീ സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആയത് കൊണ്ട് നെഗറ്റീവ് ടാഗ് വേണം. അപ്പോൾ നമ്മൾ ഒരു നോട്ട് ആഡ് ചെയ്യുന്നു. ഈസ് പ്ലസ് നോട്ട് ഈസ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഐ ലൈക്ക് ഈറ്റിംഗ് ചോക്ലേറ്റ്. വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ലൈക്ക് ആണ് തന്നിട്ടുള്ളത് വേർബ്. അപ്പൊ ലൈക്കിനെ നമുക്ക് ഡു പ്ലസ് ലൈക്ക് എന്ന് എഴുതാം. അതിനകത്തുനിന്ന് ഡു സെലക്ട് ചെയ്യുന്നു. ഡു എടുത്തു. സബ്ജക്റ്റ് ഐ ആണ്. സബ്ജക്റ്റ് ഐ എടുത്തു. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ടാഗിന് വേണ്ടി നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ഡു പ്ലസ് നോട്ട് ഡോണ്ട് ഐ ആണ് ആൻസർ. അടുത്ത ചോദ്യം, യു നോ ഹെർ വെരി വെൽ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇവിടെ നോ ആണ് തന്നിട്ടുള്ളത്. നോന് നമുക്ക് ഡു പ്ലസ് നോ എന്ന് എഴുതാം. ആ ഡു സെലക്ട് ചെയ്യുന്നു. ഡു എടുത്തു. സബ്ജക്റ്റ് യു ആണ്. അതും എടുത്തു. സെന്റൻസ് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആക്കാൻ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ഡു പ്ലസ് നോട്ട് യു, ഡോണ്ട് യു ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഷീ വിൽ വിസിറ്റ് അസ് ടുമോറോ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വില്ലാണ് വേർബ്. വില്ലെടുത്തു. സബ്ജക്റ്റ് ഷീ ആണ്. ഷീ എടുത്തു. സെന്റൻസ് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആക്കാൻ ഒരു നോട്ട് ആഡ് ചെയ്യണം. വോണ്ട് ഷീ ആണ് ആൻസർ. അടുത്ത ചോദ്യം, വി ഡോണ്ട് ഗോ ഔട്ട് ഫോർ ഡിന്നർ ഓൺ വീക്കെൻഡ്സ്. അടുത്ത് നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. അപ്പൊ ഡോണ്ട് എന്ന് തന്നിട്ടുണ്ട്. അത് ഡു പ്ലസ് നോട്ടാണ്. അപ്പൊ നമുക്ക് ഡു എടുക്കാം. സബ്ജക്റ്റ് വി തന്നിട്ടുണ്ട്. വി തന്നെ എടുക്കാം. പിന്നെ സെന്റൻസിനകത്ത് ഡോണ്ട്, അതായത് ആ ഒരു നോട്ട് ഉള്ളത് കൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആവണം. അതായത് ഇതിനകത്ത് എന്ത് വേണ്ട, നെഗറ്റീവ് വേർഡ്സ് നോട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട. അപ്പൊ ഡു പ്ലസ് വി, ഡു വി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സാം ഇസ്ന്റ് എ സ്റ്റുഡന്റ്. അപ്പൊ നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് ഈസിന്റ് ആണ്. ഈസ് പ്ലസ് നോട്ട് ആണ് ഈസിന്റ്. നമ്മൾ ഈസ് സെലക്ട് ചെയ്യുന്നു. സാം ആണ്. സാം മെയിൽ ആയതുകൊണ്ട് നമ്മൾ ഹി സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഈസും ഹീയും ഉണ്ട്. സെന്റൻസിനകത്ത് നോട്ട് ഉണ്ട്. അതായത് സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആവണം. അതായത് ഇവിടെ വേറെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഈസ് പ്ലസ് ഹി, ഈസി ആണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡൊണാൾഡ് വിൽ കം ടു ദ സെമിനാർ ടുനൈറ്റ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വില്ലാണ് വേർബ്. അത് സെലക്ട് ചെയ്യുന്നു. വില്ല്. ഡൊണാൾഡ് ഒരു മെയിൽ ആയതുകൊണ്ട് ഹി സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് നെഗറ്റീവ് ആവണം. അപ്പൊ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. വിൽ പ്ലസ് നോട്ട്, വോണ്ട് ഹി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സീത നെവർ ബിഹേവ്സ് സോ റൂഡ്ലി. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് ബിഹേവ്സ് ആണ്. ബിഹേവ്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് ബിഹേവ് ആണ്. അപ്പൊ നമുക്ക് ഡസ് സെലക്ട് ചെയ്യാം. പിന്നെ സബ്ജക്റ്റ് സീത ആയതുകൊണ്ട് നമ്മൾ ഷീ സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ട് സെന്റൻസിനകത്ത്. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട. ഡസ് പ്ലസ് ഷീ ആണ്. ഡസ്റ്റി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഐ വാസ് റോങ് അബൌട്ട് ഹിം. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വാസ് ആണ് വേർബ്. വാസ് സെലക്ട് ചെയ്യുന്നു. ഐ ആണ് സബ്ജക്റ്റ്. ഐ സെലക്ട് ചെയ്യുന്നു. സെന്റൻസിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആവണം. നമ്മളൊരു നോട്ട് ആഡ് ചെയ്യണം. വാസ് പ്ലസ് നോട്ട്, പിന്നെ ഐ, വാസിന്റെ ഐ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഷീ വോണ്ട് ഹെൽപ്പ് us. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇവിടെ വോണ്ട് ഉണ്ട്. വോണ്ട് എന്ന് പറഞ്ഞാൽ വിൽ പ്ലസ് നോട്ട് ആണ്. അപ്പൊ വിൽ എടുക്കുന്നു.
വില്ല്. ഷീ ആണ് സബ്ജക്റ്റ്, ഷീ എടുക്കുന്നു. സെന്റൻസ് ബോണ്ടിനകത്ത് ഒരു നെഗറ്റീവ് വേർഡായ നോട്ട് ഉള്ളത് കൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആവണം, അതായത് ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. വിൽ ഷീ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഷീ ഡിഡിൻറ്റ് ടെൽ ലൈസ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇവിടെ ഡിഡിൻറ്റ് ആണ്. ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് നോട്ട് ആണ്. അപ്പോൾ നമ്മൾ ഡിഡ് സെലക്ട് ചെയ്യുന്നു, ഡിഡ് എടുത്തു. സബ്ജക്റ്റ് ഷീ ആണ്, ഷീ സെലക്ട് ചെയ്തു. സെന്റൻസിനകത്ത് നോട്ട്, അതായത് നെഗറ്റീവ് വേർഡ്സ് ഉള്ളത് കൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആവണം. അപ്പോൾ ഇവിടെ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഡിഡ് പ്ലസ് ഷീ, ഡിഡ് ഷീ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹി ഡസൻറ്റ് കുക്ക് വെൽ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇവിടെ ഡസൻറ്റ് ആണ്, അപ്പോൾ ഡസ് പ്ലസ് നോട്ട് ആണ് ഡസൻറ്റ്. അപ്പോൾ നമുക്ക് ഡസ് സെലക്ട് ചെയ്യാം. പിന്നെ സബ്ജക്റ്റ് ഹി ആണ്, ഹി സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു നെഗറ്റീവ് വേർഡ് ഉള്ളത് കൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്, അപ്പോൾ ടാഗ് പോസിറ്റീവ് ആവണം. ഇവിടെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഡസ് പ്ലസ് ഹി, ഡസ് ഹി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹി ക്യാൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇവിടെ ക്യാൻഡ് എന്ന് തന്നിട്ടുണ്ട്. ക്യാൻഡ് എന്ന് പറഞ്ഞാൽ ക്യാൻ പ്ലസ് നോട്ട് ആണ്. അപ്പോൾ ക്യാൻ സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് ഹി ആണ്, ഹി സെലക്ട് ചെയ്യുന്നു. ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആവണം. അതുകൊണ്ട് ഇവിടെ ഒന്നും ആഡ് ചെയ്യേണ്ട. ക്യാൻ പ്ലസ് ഹി, ക്യാൻ ഹി ആണ് ആൻസർ. അടുത്തത്, യു ഷുഡൻറ്റ് ടെൽ ലൈസ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇവിടെ ഷുഡൻറ്റ് ആണ്. ഷുഡൻറ്റ് എന്നാൽ ഷുഡ് പ്ലസ് നോട്ട് ആണ്. നമ്മൾ ഷുഡ് സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് യു ആണ്. ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള നോട്ട് ഉണ്ട്, അതുകൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആവണം. അതുകൊണ്ട് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഷുഡ് യു ആണ് ആൻസർ. അടുത്തത്, ഹി ഹാസൻറ്റ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് യെറ്റ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഹാസൻറ്റ് എന്നാൽ ഹാസ് പ്ലസ് നോട്ട് ആണ്. നമ്മൾ ഹാസ് സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് ഹി ആണ്, ഹി സെലക്ട് ചെയ്യുന്നു. ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള നോട്ട് ഉള്ളത് കൊണ്ട് ടാഗ് പോസിറ്റീവ് ആവണം. അപ്പോൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഹാസ് പ്ലസ് ഹി, ഹാസ് ഹി ആണ് ആൻസർ. അടുത്ത ചോദ്യം, സൈമൺസ് വാസ് പ്രസന്റ് അറ്റ് ദ ഗ്രൗണ്ട് യെസ്റ്റർഡേ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വാസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് വേർബ് വാസ് തന്നെ എടുക്കുന്നു. സൈമൺസ് ഒരു മെയിൽ ആയതുകൊണ്ട് നമ്മൾ ഹി എടുക്കുന്നു, വാസും ഹിയും. സെന്റൻസ് പോസിറ്റീവ് ആണ്, അപ്പോൾ ടാഗ് നെഗറ്റീവ് ആവണം. അപ്പോൾ ഒരു നോട്ട് എക്സ്ട്രാ ആഡ് ചെയ്യണം. വാസ് പ്ലസ് നോട്ട്, വാസിന്റെ ഹി, വാസിന്റെ ഹി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ചിൽഡ്രൻ ആർ സ്ലീപ്പിംഗ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ആറാണ് തന്നിട്ടുള്ളത്, ആറ് സെലക്ട് ചെയ്തു. ചിൽഡ്രൻ ആണ്, ചിൽഡ്രൻ പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ ദേ എടുക്കുന്നു. സെന്റൻസിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, അപ്പോൾ ടാഗ് നെഗറ്റീവ് ആവണം. അതുകൊണ്ട് നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ആർ പ്ലസ് നോട്ട്, ആറിന്റെ ദേ, ആറിന്റെ ദേ ആണ് ആൻസർ. അടുത്ത ചോദ്യം, നീത യൂസ്ഡ് ടു ലിവ് ഇൻ സ്കോട്ട്ലൻഡ്. യൂസ്ഡ് ടു എന്നാൽ ഒരു പാസ്റ്റ് ഹാബിറ്റ് ആണ്. പാസ്റ്റ് ഹാബിറ്റ് സൂചിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നീത ഒരു ഫീമെയിൽ ആയതുകൊണ്ട് ഷീ ആണ്, അപ്പോൾ ഡിഡിന്റെ ഷീ ആണ് ഈ കേസിൽ ടാഗ്. അടുത്ത ചോദ്യം, ദേ വേർ ലേറ്റ് ഫോർ ദ മൂവീസ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർ തന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ വേർ തന്നെ വേർബായിട്ട് എടുക്കുന്നു. ദേ തന്നിട്ടുണ്ട്, സബ്ജക്റ്റ് ദേ തന്നെ എടുക്കുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്, അപ്പോൾ ടാഗ് നെഗറ്റീവ് ആവണം. വേർ പ്ലസ് നോട്ട്, വേറിന്റെ, വേറിന്റെ ദേ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഐ എം എഫ്രൈഡ് രാജു ഈസ് വെരി സിക്ക്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇതിനകത്ത് ഈസ് ആണ് വേർബായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈസിനെ നമ്മൾ വേർബായിട്ട് എടുക്കുന്നു. സബ്ജക്റ്റ് രാജു ആണ്. ഓക്കെ, ഐ അല്ല സബ്ജക്റ്റ്, രാജു ആണ് സബ്ജക്റ്റ്. അപ്പോൾ
ഹി എടുക്കുന്നു. ഇനി സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആവണം. അപ്പൊ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ഈസിൻഡ് ഹി. ഈസിൻഡ് ഹി ആണ് ആൻസർ. അടുത്ത ചോദ്യം, വി മസ്റ്റ് സെർവ് അവർ നേഷൻ. അപ്പോൾ വേർബ് സബ്ജക്റ്റും വേണം. വേർബ് മസ്റ്റ് ആണ്. മസ്റ്റ് സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് വി ആണ്. വി സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആവണം. അപ്പൊ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യണം. മസ്റ്റിൻഡ് വി. മസ്റ്റിൻഡ് വി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഷീല യൂസ്ഡ് ടു സിംഗ്. യൂസ്ഡ് ടു പാസ്റ്റ് ഹാബിറ്റ് ആണ്. പാസ്റ്റ് ഹാബിറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഡിഡ് ആണ് സെലക്ട് ചെയ്യുക. ഷീല ഫീമെയിൽ ആയതുകൊണ്ട് നമ്മൾ ഷീ എടുക്കും. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആവണം. അപ്പോൾ ഡിഡിൻഡ് ഷീ. ഡിഡിൻഡ് ഷീ ആണ് ആൻസർ. അടുത്തത്, ഐ ആം ഇൽ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വേർബ് ആം ആണ്. ആം സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് ഐ ആണ്. ഐ സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആക്കാൻ ഒരു നോട്ട് ആഡ് ചെയ്യുന്നു. ആം പ്ലസ് നോട്ട് ആണ്. ആം പ്ലസ് നോട്ടിനെ നമ്മൾ ആറിന്റെ ഐ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്, ജോൺ ഈസ് ഹാർഡ് വർക്കിംഗ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഈസ് ആണ് വേർബ് തന്നിട്ടുള്ളത്. ജോൺ മെയിൽ ആയതുകൊണ്ട് ഹി സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആക്കാൻ ഒരു നോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈസിന്റെ ഹി. ഈസിന്റെ ഹി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഫ്യൂ പീപ്പിൾ ലിസൺ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ലിസൺ ആണ് വേർബ്. ലിസൺ എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് ലിസൺ ആണ്. അതിൽ നിന്ന് ഡു നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡു എടുത്തു. പിന്നെ പീപ്പിൾ ആയതുകൊണ്ട് ദേ എടുത്തു. പ്ലൂറൽ ആണല്ലോ. പിന്നെ സെന്റൻസിനകത്ത് ഫ്യൂ എന്ന നെഗറ്റീവ് വേർഡ് ഉണ്ട്. അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആണ്. ടാഗ് പോസിറ്റീവ് ആവണം. അപ്പോൾ ഇതിന് അവിടെ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഡു പ്ലസ് ദേ. ഡു ദേ ആണ് ആൻസർ. അടുത്ത ചോദ്യം, മോസ്റ്റിൻ ഹാർഡ്ലി എവർ സ്റ്റഡീസ്. വേർബ് വേണം, സബ്ജക്റ്റ് വേണം. സ്റ്റഡീസ് ആണ് വേർബ്. അപ്പൊ അത് ഡസ് പ്ലസ് സ്റ്റഡി ആണ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡസ് സെലക്ട് ചെയ്യുന്നു. മോഹ്സിൻ ഒരു മെയിൽ ആയതുകൊണ്ട് ഹി സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഹാർഡ്ലി എന്ന ഒരു നെഗറ്റീവ് വേർഡ് ഉള്ളത് കൊണ്ട് ടാഗ് പോസിറ്റീവ് ആവണം. അപ്പൊ ഡസ് പ്ലസ് ഹി. ഡസ് ഹി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദിസ് ഈസ് ദ വേ ഹൗ ഷീ റൈറ്റ്സ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഇവിടെ ഈസ് ആണ് വേർബായിട്ട് എടുക്കേണ്ടത്. ഇവിടെ റൈറ്റ്സ് കാണും. അത് ഡസ് ആണെന്ന് വിചാരിച്ച് എടുക്കരുത്. നമ്മൾ അവളെ പറ്റിയല്ല പറയുന്നത്, അവൾ എഴുതുന്ന രീതിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ രീതി ആയതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത്. ഈസ് എടുത്തു. ഈസ് സബ്ജക്റ്റ്. ഇനി ദിസ് ആയതുകൊണ്ട് നമ്മൾ ഇറ്റ് എടുത്തു. വേർബ് ഈസ് എടുത്തു, സബ്ജക്റ്റ് ഇറ്റ് എടുത്തു. പിന്നെ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആവണം. അപ്പൊ ഒരു നോട്ട് ആഡ് ചെയ്യണം. ഈസ് പ്ലസ് നോട്ട്. ഈസിൻഡ് ഇറ്റ്. ഈസിൻഡ് ഇറ്റ് ആണ് ആൻസർ. വിൽ യു ആണ് നമ്മൾ ടാഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദാറ്റ് ഗേൾ വോൺ ദ നൊബേൽ പ്രൈസ്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. വൺ എന്ന് തന്നിട്ടുണ്ട്. അത് ഡിഡ് പ്ലസ് വിൻ ആണ്. അപ്പൊ നമ്മൾ ഡിഡ് സെലക്ട് ചെയ്യുന്നു. ഡിഡ് എടുത്തു. പിന്നെ ഗേൾ ആണ്. അപ്പൊ നമ്മൾ ഷീ സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് നെഗറ്റീവ് ആവണം. ഡിഡ് പ്ലസ് നോട്ട്. ഡിഡിൻ ഷീ ആണ് ആൻസർ. അടുത്ത ചോദ്യം, വി ഹാഡ് ടു ഫിനിഷ് അവർ ലഞ്ച് ക്വിക്ക്ലി. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഹാഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഹാഡ് നമ്മൾ വേർബ് ആയിട്ട് എടുക്കുന്നു. വി ഉണ്ട്, അത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആക്കാൻ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യണം. ഹാഡിൻഡ് ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ലെറ്റസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ടാഗ് എപ്പോഴും ഷാൾ വി ആയിരിക്കും. ഷാൾ വി ആണ് ആൻസർ.
അടുത്ത ചോദ്യം, ട്രൈ ടു വർക്ക് ഹാർഡ്. ട്രൈ ടു വർക്ക് ഹാർഡ് ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അങ്ങനെയുള്ളതിന്റെ ടാഗ് വിൽ യു ആയിരിക്കും വരുന്നത്. അടുത്ത ചോദ്യം, യു ഹാവ് ഡൺ യുവർ ഹോംവർക്ക്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഹാവ് ആണ് ഇതിനകത്ത് verb ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. യു ആണ് സബ്ജക്റ്റ്. അപ്പൊ യുവും ഹാവുമാണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആവണം. അപ്പൊ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യണം. ഹാവ് പ്ലസ് നോട്ട് ഹാവിൻഡ് യു. ഹാവിൻഡ് യു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഫസീല ഡസൻറ്റ് ലൈക്ക് മാത്സ്. അതിനകത്ത് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഡസൻറ്റ് ആണ് വേർബ്, ഡസ് പ്ലസ് നോട്ട് ആണ്. അതിനകത്ത് നമ്മൾ ഡസ് സെലക്ട് ചെയ്യുന്നു. ഫസീല ഫീമെയിൽ ആയതുകൊണ്ട് നമ്മൾ ഷീ സെലക്ട് ചെയ്യുന്നു. സെന്റൻസിനകത്ത് ഡസിൻ്റെനകത്ത് ഒരു നോട്ട് ഉണ്ട്. സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആവണം. അപ്പൊ ഇവിടെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട. ഡസ് ഷീ. ഡസ് ഷീ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ലെറ്റ്സ് ഗോ സർഫിംഗ്. ലെറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാഗ് ഷാൾവി ആണ്. അടുത്ത ചോദ്യം, ദ കുക്കർ ഈസ് ഹോട്ട്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഈസ് ആണ് വേർബ്, കുക്കർ ആണ്, അത് വസ്തു ആയതുകൊണ്ട് ഇറ്റ് സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആവണം. അപ്പോൾ ഒരു നോട്ട് ആഡ് ചെയ്യണം. ഈസ് പ്ലസ് നോട്ട്, ഈസിൻ്റെ ഇറ്റ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ആർ ആണ് വേർബ്, ആർ സെലക്ട് ചെയ്യുന്നു. ചിൽഡ്രൻ പ്ലൂറൽ ആണ്, അപ്പോൾ നമ്മൾ ദേ സെലക്ട് ചെയ്യുന്നു. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആക്കാൻ ഒരു നോട്ട് ആഡ് ചെയ്യുന്നു. ആർ പ്ലസ് നോട്ട് ആറിൻ്റെ. ആറിൻ്റെ ദേ ആണ് ആൻസർ. അടുത്ത ചോദ്യം, യു ഡോണ്ട് ലിവ് ഹിയർ. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ഡോണ്ട് അത് ഡു പ്ലസ് നോട്ട് ആണ്, അപ്പൊ വേർബ് ആയിട്ട് നമ്മൾ ഡു സെലക്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് യു സെലക്ട് ചെയ്യുന്നു. ഇനി സെന്റൻസിനകത്തൊരു നെഗറ്റീവ് വേർഡ് ഉണ്ട്, അപ്പൊ ടാഗ് പോസിറ്റീവ് ആവണം. അപ്പൊ ഇവിടെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ഡു പ്ലസ് യു, ഡു യു ആണ് ആൻസർ. അടുത്ത ചോദ്യം, യു ആർ ഫ്രം അനദർ കൺട്രി. നമുക്ക് വേർബ് വേണം, സബ്ജക്റ്റ് വേണം. ആറാണ് വേർബ്, യു ആണ് സബ്ജക്റ്റ്. സെന്റൻസിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല, അപ്പൊ ടാഗ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. ആറിൻ്റെ യു ആണ് ആൻസർ. അടുത്ത ചോദ്യം, യു ഹാവ് സബ്മിറ്റഡ് യുവർ അസൈൻമെന്റ്. ഇവിടെ ഹാവ് ആണ്, യു ഉണ്ട്. വേർബ് സബ്ജക്റ്റ്. വേർബ് ഹാവ് ആണ്, സബ്ജക്റ്റ് യു ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആക്കാൻ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യണം. ഹാവ് പ്ലസ് നോട്ട് ഹാവിൻഡ് യു ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അടുത്ത 50 ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം, പ്ലീസ് ഹെൽപ്പ് ഹെർ. പ്ലീസ് ഹെൽപ്പ് ഹെർ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്.